സജു ഇലക്ഷൻ കമ്മീഷന്റെ അവസാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJP ആണ് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി. 85 സീറ്റുമായി BJP ഏറ്റവും വലിയ കക്ഷിയായി നിൽക്കുന്നു. JDU 76 സീറ്റിലേക്ക് താഴുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോഴും നിതീഷ് തന്നെയാണോ NDA ക്യാമ്പിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിലെ മുഖ്യമന്ത്രി ആയിട്ട് അവർ തീരുമാനിക്കാൻ പോകുന്ന ആൾ? നിഷാദ്, അതിൽ യാതൊരു മാറ്റവും കാണില്ല. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ മാറ്റി പകരം മറ്റൊരു മുഖ്യമന്ത്രിയെ ചിന്തിക്കുക എന്നുള്ളത് BJP ക്യാമ്പുകളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് എത്താൻ ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണത്തിൽ വലിയ തോതിൽ ഒരു പിൻബലം നൽകുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി മുൻപോട്ട് പോകാൻ വേണ്ടി BJP ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബീഹാറിൽ വലിയ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഭരണം കൈയാളും എന്നുള്ളതല്ല, പക്ഷേ അത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടത് JDUവിന്റെ ഒരു വളർച്ചയാണ്. 40 സീറ്റുകളിൽ നിന്നും ഇരട്ടിയിലധികത്തിലേക്ക് ഈ വലിയൊരു വളർച്ചയാണ് ഉണ്ടാക്കിയത്. 43 നിന്നും 76 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് JDUവിന്റെ പോക്കറ്റുകൾ വലിയ തോതിലുള്ള വോട്ട് എത്തിയിട്ടുണ്ടെന്ന് തന്നെ അതെന്തായാലും BJP കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊല്ലം അല്ലെങ്കിൽ 2020 അപേക്ഷിച്ച് 2025 BJP നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും വലിയ തോതിലേക്ക് ഒരു നേട്ടം BJPയുടെ ഭാഗത്തുണ്ടാക്കാനായിട്ടില്ല. പക്ഷെ ആ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് JDU ആണ്. RJDയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് JDU ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JDUവിന്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവും മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിനെ മാറ്റി പകരം മറ്റൊരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് അതൊരു അപക്വമായിട്ടുള്ള തീരുമാനമാകുമെന്നാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റി ഇപ്പോഴും നിലവിൽ ആലോചന ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങളൊക്കെയും നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും തമ്മിൽ വലിയ വാക്പോരുകളൊക്കെ നിലനിന്നതാണ്. ഈ പാർട്ടികൾ തമ്മിൽ തന്നെ പാർട്ടി പ്രവർത്തകർ തമ്മിൽ തന്നെ വലിയ വാക്പോരൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പൊതുവേദിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസം ബീഹാറിലെത്തുകയും അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെയും ആരംഭിച്ചത്. ആ സമയം മുതൽക്ക് തന്നെ BJPയുടെ ഗ്രൗണ്ട് വർക്ക് വലിയ തോതിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക് അതിപ്പോൾ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ ഒരു ഈ അടിത്തറയിലെ മണ്ണൊലിച്ചു പോകുന്നത് RJD മനസ്സിലാക്കിയില്ല, കോൺഗ്രസ് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. 19 സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്കോ അല്ലെങ്കിൽ 7 സീറ്റിലേക്കോ കോൺഗ്രസ് താന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അവിടെ വേരോട്ടം ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പരസ്പരം പോരടിക്കുന്ന വിവാദങ്ങൾ അടക്കം ഉയർത്തുകയും അതോടൊപ്പം തന്നെ ഈ നേതാക്കളെ എയർപോർട്ടിൽ അടക്കം വെച്ച് പാർട്ടി പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിൽ RJD നേതാക്കൾ എത്തുകയും കരയുകയും ആ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് BJPയുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ആഘോഷങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. അതൊക്കെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അത് യഥാർത്ഥമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് മഹാസഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളോ ആയിട്ടില്ല. അത് നമുക്കവിടെ മനസ്സിലായിട്ടുണ്ടായത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളുള്ള ആരോപണത്തെ പറ്റി ചോദിക്കുമ്പോൾ അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ദേശീയ തലത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നു. അത് അടിത്തറയിലേക്ക് എത്തിക്കാൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ ബലിഷ്ഠമായിട്ടുള്ള സംഘടനാ സംവിധാനമല്ല അവിടെ നിലനിൽക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്കെലിട്ടൺ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് ബീഹാറിലുള്ളത്. അതിൽ നിന്നും മാറ്റം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ഇനി പാർട്ടിക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിലത്തെ ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് വേണ്ടി ഇപ്പോഴും പലയിടങ്ങളിൽ നിന്ന് പല ചോദ്യങ്ങളും ഉണ്ടാകുന്നു. പക്ഷെ അതിന് ഏക ഉത്തരം ഇപ്പോഴും പറയാനാകുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്ക് ഈ നിതീഷ് കുമാറിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിതീഷ് ചാച്ചയിലുള്ള വിശ്വാസം അത് BJP കാണാതെ പോകില്ല. അത് അവഗണിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് ഇനിയുള്ള മുൻപോട്ടുള്ള വർഷങ്ങളിൽ വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധി അവിടെ നേരിടേണ്ടി വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് BJP എന്തായാലും കളമറിഞ്ഞു തന്നെയാണ് അവിടെ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാറിനെ മാറ്റി പകരം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ പുതിയൊരാളെ അവതരിപ്പിക്കാൻ എന്തായാലും BJP അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറാകില്ലെന്നാണ് ഈ സമയത്തിൽ മനസ്സിലാകുന്നത്.